മൂന്നാമത്തതാണ് ഏറ്റവും അപകടകരമായ കാര്യം. എന്താണെന്ന് വെച്ചാൽ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഈ അകത്തെ മാലിന്യത്തെ മാറ്റാതെ ഈ പുറത്തെ മാലിന്യത്തെ നീക്കാൻ പറ്റത്തില്ല. നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അല്ലാതെ ബാക്കി എല്ലാ അവാർഡുകളും എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വാർഡുകൾ വെട്ടിമുറിച്ചതാണ്. വോട്ട് ചോരി, ഇരട്ട വോട്ട്. അത് എന്താ ഇരട്ട വോട്ട്? സുനാമി പോലത്തെ വിജയം BJP ഈ തീവ്ര സ്വഭാവമുള്ള വ്യാജ വോട്ടർമാരെ ഇന്ത്യ 70 സീറ്റ് ജയിക്കാനുള്ള വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കുണ്ട്. നമസ്കാരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പ്രാതിനിധ്യമാണ് കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതായത് BJPക്ക് വലിയൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ്. ഈ തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ പ്രതിപക്ഷമാണ്. ചേട്ടൻ ഒരു സിനിമാ താരം കൂടിയാണ്. ഇപ്പോൾ ഒരു സ്റ്റാർ ക്യാമ്പയിൻ എന്ന നിലയിൽ ഈ നഗരസഭയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പൾസ് എങ്ങനെയാണ്? ഇത്തവണത്തെ ഒരു പൾസ് എങ്ങനെയാണ്? ഇത് 5-6 ചോദ്യങ്ങളുണ്ട് ഒറ്റ ചോദ്യത്തിനകത്ത്. ഇപ്പം ഈ BJPയുടെ വളർച്ചയെ പറ്റി പറഞ്ഞു. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ന് ഭാരതത്തിൽ തന്നെ വളരുന്ന ഒരു പാർട്ടി, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് വെച്ചാൽ BJP മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുക. നമ്മൾ നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 20% എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 3 തവണയായിട്ട് പ്രതിപക്ഷത്താണ്. അത് ശക്തമായി 35 സീറ്റുകളോടെയാണ് നമ്മൾ പ്രതിപക്ഷത്തെത്തിയത്. ഇത്തവണ ത്രികോണം എന്ന് പറയുന്നത് ഒന്ന് തിരുത്തുകയാണ്. ത്രികോണം തിരുവനന്തപുരത്ത് ഇല്ല. ഇവിടെ മത്സരം നടക്കുന്നത് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. ഇവിടെ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വോട്ട് കട്ടർ എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ ഒരു രസംകൊല്ലിയായിട്ടാണ് വരുന്നത്. കാരണം നേമത്തായിരുന്നു BJPക്ക് ഏക MLA ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടി ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ട് അവിടെ നേമത്ത് BJPയുടെ ഒരു MLA ഉണ്ടായിരുന്നത് ഇല്ലാതാക്കി. അത് അവർക്ക് ആ തന്ത്രം വിജയിച്ചുകൊണ്ട് അതേ തന്ത്രം തന്നെയാണ് ഇപ്പം ഇവിടെ ഈ തിരുവനന്തപുരം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പയറ്റി നോക്കുന്നത്. കാരണം UDFന് 10 സീറ്റ്, അതിൽ കോൺഗ്രസിന് 8 സീറ്റേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റും BJPയും മാത്രമേ ചിത്രത്തിലുള്ളൂ. അപ്പോൾ ഈ സമയത്ത് അവർ നോക്കുന്നത് വെച്ചാൽ ഒരു കാലത്ത് 6 സീറ്റിൽ നിന്ന് BJP 34-35 എത്തുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ്. അപ്പോൾ അവരുടെ തോന്നൽ വെച്ചാൽ കുറച്ച് പേരും ഇതൊക്കെ ഉള്ള ആൾക്കാരെ മേയർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ആദ്യമേ സ്ഥാനാർത്ഥിത്വമൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് വന്നിട്ട് കുറച്ച് വോട്ടുകൾ BJPയിൽ നിന്ന് പിടിച്ചെടുത്താൽ BJP നിന്ന് താഴെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും ഒന്ന് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളൊക്കെ. അല്ല, ആണല്ലോ നിയമത്തെടുത്തത്. അവിടെ വിജയിച്ചുകൊണ്ട് അതിന്റെ റെപ്ലിക്കയാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇത് പാർട്ടിക്ക് നല്ലതുപോലെ അറിയാം, പ്രവർത്തകർക്ക് നല്ലപോലെ അറിയാം, പൊതുജനത്തിനും മനസ്സിലായി. അതുകൊണ്ട് ഇത്തവണ ഇവിടുത്തെ മത്സരം പ്രധാനമായിട്ടും മേ ബി കടപ്പുറം മേഖലയിൽ മാത്രമായിരിക്കാം കുറച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നേരിട്ട് മത്സരം. ബാക്കി മെയിൻ ഏരിയ ഒന്നും, പ്രധാന ഭാഗങ്ങളിലെല്ലാം BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ മാത്രമേ ഇവിടെ മത്സരമുള്ളൂ. ഇപ്പോൾ ഈ ക്യാമ്പയിനുമായി എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഇങ്ങനെയാണ്, അവർക്ക് മാറ്റം വന്നിട്ടുണ്ടോ? BJPയുമായിട്ട് കൂടുതൽ അടുക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? നേരെ ചൊവ്വേ ഒരു വോട്ടിംഗ് നടന്നാൽ BJP സുഖമായി ജയിക്കും. കാരണം വെച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് BJP തന്നെ വരണം. കാരണം ഈ കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കോർപ്പറേഷനകത്തും മാലിന്യമാണ്, പുറത്തും മാലിന്യമാണ്. ഈ അകത്തെ മാലിന്യത്തെ മാറ്റാതെ ഈ പുറത്തെ മാലിന്യത്തെ നീക്കാൻ പറ്റത്തില്ല. ഈ ലാസ്റ്റ് വന്ന ഒരു അവാർഡൊക്കെ ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അത് പൈസ കൊടുത്താൽ കിട്ടും. അത് ഞങ്ങൾ സിനിമയിലുള്ളപ്പോൾ ഈ അവാർഡൊക്കെ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അല്ലാതെ ബാക്കി എല്ലാ അവാർഡുകളും എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യവും കുഴപ്പത്തില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തത് കൊണ്ടും ചെറുപ്രായം തൊട്ടേ രാഷ്ട്രീയത്തിന് പുറത്ത് നിന്ന് രാഷ്ട്രീയത്തിനകത്ത് നിന്നൊരാളാണ്. അതായത് പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും അന്നും പ്രവർത്തനങ്ങൾക്ക് കോളേജ് ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, അതിന് ശേഷം സിനിമയിൽ വന്നതിന് ശേഷവും എല്ലായിടത്തും BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുമായിരുന്നു. കാരണം എൻ്റെ വീട് ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ വലിയൊരു കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലം, അപ്പോൾ വീട്ടിൽ നമ്മളതെല്ലാം കാണാറുണ്ട്. രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹത്തിന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു പലരുമായിട്ടും. അതുകൊണ്ട് രാഷ്ട്രീയം ഇതൊക്കെയാണ്, ഇതൊന്നും അല്ലെങ്കിലും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. കാരണം രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഇലക്ഷനിൽ നിന്ന് നല്ലപോലെ ഫൈറ്റ് ചെയ്തു, തോറ്റെങ്കിൽ പോലും. അപ്പോൾ ഒരു ജയിക്കുന്ന ആളുടെ മനസ്സെനിക്കറിയില്ല, ഒരു തോൽക്കുന്ന ആളുടെ മനസ്സെനിക്കറിയാം.
ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ എനിക്കറിയാം. എല്ലാവർക്കും ജയിക്കാനാണ് ആഗ്രഹം. അപ്പം നമ്മുടെ ഒരു പ്രസൻസ് കൊണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് 100 വോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ അവിടെ പോയി പ്രവർത്തിക്കും. അപ്പോൾ ഇവിടുന്ന് സ്ഥാനാർത്ഥിയായാലും പാർട്ടി പ്രവർത്തകരായാലും പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചാലും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ഞാൻ ഓടിയെത്തും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഭാഗത്തും ഒരു തവണയെങ്കിലും പോയിട്ടുണ്ട്, ചിലയിടത്ത് 2 തവണ പോയിട്ടുണ്ട്. ഈ വാർഡുകൾ വെട്ടിമുറിച്ചതാണ് ആദ്യത്തെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയം തോന്നി തുടങ്ങി BJP ജയിക്കുന്നത്. അവിടെയാണ് ഈ വാർഡുകൾ BJP സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന PTP നഗർ വാർഡ് കാണാനില്ല. ആ വാർഡിനെ ഇല്ലാതാക്കി കളഞ്ഞു, മുറിച്ച് അങ്ങോട്ടും കൊണ്ടാക്കുക. നിത്യം ജയിക്കുന്ന ശാസ്ത്രമംഗലത്ത് നിന്ന് 600 വോട്ട് വേറൊരു മണ്ഡലത്തിലോട്ട് വാർഡിലോട്ട് മാറ്റുക. ഇപ്പോൾ അമ്പലമുക്കുന്ന ഒരു പുതിയ വാർഡ് ഉണ്ടാക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും BJP ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വാർഡിനെ മുറിച്ചു മാറ്റിയിട്ട് ഒരു ഇതാക്കുക. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അവർക്ക് ജയിക്കുന്ന ഉറപ്പുണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കൃത്യമായി വോട്ടിംഗ് നടന്നാലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ SIR എന്തുകൊണ്ട് ഇവിടെ SIRനെ പറ്റി പറയുന്ന വെച്ചാൽ ജനങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ബോധവാന്മാരായിരിക്കണം. ഈ SIR പ്രക്രിയ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. 23 വർഷമായി വോട്ടർ പട്ടിക ക്ലീൻ ചെയ്തിട്ട്. ഈ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട് വോട്ട് ചോരി, ഇരട്ട വോട്ട്. അത് എന്താ ഇരട്ട വോട്ട് വരാൻ കാര്യം? ഒരു വ്യക്തി ഒരിടത്തുനിന്ന് വീട് മാറി വേറെ സ്ഥലത്ത് താമസിക്കാൻ പോയാൽ 2 അഡ്രസ്സായി. അപ്പോൾ 2 ഇയാളുടെ പേരിൽ വോട്ട് കിടക്കുന്നു. പക്ഷെ തെറ്റെവിടെയാണ്? ഈ 2 വോട്ട് ചെയ്താൽ മാത്രമാണ് കള്ള വോട്ട്. അത് മറ്റേത് ഇലക്ഷൻ കമ്മീഷൻ മാറ്റേണ്ട പേര് മാറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി ആക്ച്വലി അപ്പോൾ വ്യക്തിയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ SIR ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബീഹാറിലാണ്. ബീഹാറിൻ്റെ റിസൾട്ട് എന്താണ്? 243 സീറ്റിൽ 202 സീറ്റ് നേടി സുനാമി പോലത്തെ ഒരു വിജയം BJP പ്രവർത്തകർ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെന്താ കാരണം വെച്ചാൽ ഈ SIRന്ന് വരുമ്പോൾ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുമ്പോൾ 3 തരം ആൾക്കാരാണ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നത്. മരണമടഞ്ഞിട്ട് ഇന്നും പേരുള്ളവർ, ഈ അഡ്രസ്സ് മാറിയിട്ട് ഇരട്ട വോട്ടുള്ളവർ. മൂന്നാമത്തതാണ് ഏറ്റവും അപകടകരമായ കാര്യം. എന്താണെന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എടുത്തു പറയാമെങ്കിൽ തീവ്ര സ്വഭാവമുള്ള ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ കോടാനുകോടി ആൾക്കാർ ഇന്ത്യക്കകത്തുണ്ട്. എല്ലാം അതാണ് ചൂഷണം നടക്കുന്നത്. ഈ ഇന്ത്യ മുന്നണി എന്തുകൊണ്ടാണ് ഈ കിടന്ന് കരയുന്നതെന്നറിയാമോ? അവർക്കറിയാം ഈ തീവ്ര സ്വഭാവമുള്ള വ്യാജ വോട്ടർമാരെ ഇന്ത്യക്ക് പുറത്താക്കിയാൽ ഇവിടെ BJP തൂത്തുവരും. അതിൻ്റെ ലക്ഷണം ബീഹാറിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും സുപ്രീം കോടതിയിൽ പോയിരിക്കുക. എന്താ കാര്യം? യഥാർത്ഥ വോട്ടർമാർ മാറിയാൽ തീർന്നു. ഇപ്പം 5 കൊല്ലം പുറകോട്ട് പോയി ഈ തിരുവനന്തപുരത്ത് നടന്ന 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ കവടിയാറിൽ 1 വോട്ടിനാണ് BJP തോറ്റത്. 200 വോട്ടിന് താഴെ തോറ്റിരിക്കുന്നത് 12 13 മണ്ഡലങ്ങളിലാണ്. അതായത് ഈ വ്യാജ വോട്ടർമാർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ BJPക്ക് ഇന്ന് ഞാൻ ഈ പ്രവർത്തനം കൂടി കണ്ടപ്പോൾ 70 സീറ്റ് ജയിക്കാനുള്ള വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഉണ്ട്. ചോണയുണ്ടെങ്കിൽ SIR കൊണ്ടുവരട്ടെ. SIR വരിക തന്നെ ചെയ്യും, അതിവിടെ ആർക്കും തടയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. വെസ്റ്റ് ബംഗാളിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 1,20,00,000 പേര് പുറത്താവും ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നു NRC കൊണ്ടുവരാൻ വേണ്ടിയാണ്, CAA. എന്താ കൊണ്ടുവന്നാൽ തെറ്റ്? ഉദാഹരണം, നമ്മൾ നാളെ ഗൾഫിൽ പോകുന്നു, കയ്യിലൊരു പാസ്പോർട്ട് ഉണ്ടാവണം, ഒരു വിസ ഉണ്ടാവണം. 14 ദിവസത്തെ വിസയാണെങ്കിൽ 15-ാം ദിവസം അവിടെ നിന്നാൽ ഉള്ളയാവും. അത് കഴിഞ്ഞ് എന്ത് ശിക്ഷയാണ്? അത് കഴിഞ്ഞിട്ട് ഡീപ്പോർട്ടേഷൻ വരും. അതുകൊണ്ട് അവരുടെ രാജ്യം ക്ലീൻ ആയിട്ടിരിക്കുന്നു. ഇതുപോലെ ഭാരതവും ക്ലീനാക്കി വെക്കണമെങ്കിൽ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് NIR എന്തുകൊണ്ട് ഇവിടുത്തെ പൗരന്മാരുടെ ഡീറ്റെയിൽ മുഴുവൻ രാജ്യത്തിൽ അറിഞ്ഞിരിക്കണം, ഭരണാധികാരികൾ അറിഞ്ഞിരിക്കണം, ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് അത് തടയുന്നു? ഈ CA വന്നപ്പോൾ ഈ ബഹളം വെച്ചല്ലോ. എന്താണ് CA എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ രാജ്യം നന്നായി ഇരിക്കരുത് എന്ന് ചിന്തിക്കുന്ന ദേശവിരുദ്ധരുണ്ട്. ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയവാദികളും ദേശവിരുദ്ധരും തമ്മിലുള്ള മത്സരം മാത്രമാണ് ഇവിടെ നടക്കുന്നത്.